ഹായ് എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് Huawei ഫോണുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. Huawei Nova 5T Huawei Nova 7 എന്ന് പറയുന്ന രണ്ട് മോഡലുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണെന്ന് ഈ വീഡിയോയിൽ കൂടി നമ്മൾ കാണാൻ പോകുന്നത്. ഈ Huawei Nova 5T ഇറങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായിട്ടുണ്ട്. എന്നാൽ Huawei Nova 7 ഇപ്പോൾ ലാസ്റ്റാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒരുപാട് പേർക്ക് അറിയാം Huawei Nova 5T പറ്റി നല്ല റിവ്യൂ ഉള്ള ഒരു ഫോണും കൂടാണ് Huawei Nova 5T. അതിൻ്റെ പേരിലാണ് ഇങ്ങനെ റിവ്യൂ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ബോക്സ് കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു Huawei Nova 7 ആണോ നല്ലത്, Huawei Nova 5T ആണോ നല്ലതെന്ന്. അപ്പോൾ ഇത് രണ്ടിലും ഏത് എടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഇതിൽ Huawei Nova 7 വരുന്നത് 5G ആണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്നാൽ Huawei Nova 5T വരുന്നത് നോർമൽ 4G തന്നെയാണ്. അപ്പം ഫസ്റ്റ് തന്നെ ഫോണുകളുടെ ഡിസ്പ്ലേ സൈസ് നോക്കുകയാണെങ്കിൽ Huawei Nova 5T വരുന്നത് 6.26 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് IPS LCD പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. എന്നാൽ Huawei Nova 7 കിട്ടുന്നത് 6.53 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് OLED പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അപ്പോൾ രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേ സൈസ് നോക്കുമ്പോൾ തന്നെ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. കൂടാതെ Nova 7 നമുക്ക് കിട്ടുന്നത് OLED ഡിസ്പ്ലേ ആണ്. എന്നാൽ Huawei Nova 5T കിട്ടുന്നത് IPS ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി തമ്മിൽ തന്നെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടും കുറച്ചും കൂടി നാച്ചുറൽ കളറായിട്ടും കാണാൻ സാധിക്കുന്നത് Huawei Nova 7 ഇനി Huawei 5T വരുന്നത് 84.2% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. അതുപോലെ തന്നെ 19:5:9 ആണ് ആസ്പെക്ട് റേഷ്യോ വരുന്നത്. 412 ppi ആണ് ഡിസ്പ്ലേ ഡെൻസിറ്റിയും കിട്ടുന്നത്. Nova 7 നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആണ് കിട്ടുന്നത്. 86.3% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ. 403 ppi ആണ് ഡിസ്പ്ലേ ഡെൻസിറ്റി വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ തന്നെ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് സെയിം ആണ് കിട്ടുന്നത്. ഇനി രണ്ട് ഫോണിൽ തന്നെ ബെസൽലെസ് ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. കൂടാതെ ലെഫ്റ്റ് സൈഡിൽ കോർണറിലായിട്ടാണ് സെൽഫി ക്യാമറയും വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ സൈഡ് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് Nova 7 തന്നെയാണ്. ഇനി ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ രണ്ടിലും തന്നെ Android 10.0 അതുപോലെ തന്നെ EMUIയുടെ 10.1 വരുന്നത്. എന്നാൽ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ Huaweiയുടെ തന്നെ ഏറ്റവും ഹൈയിൽ നിൽക്കുന്ന ഒരു പ്രൊസസ്സർ എന്ന് പറയുകയാണെങ്കിൽ Kirin 990 എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ചെറിയൊരു വ്യത്യാസമായിട്ടാണ് ഇതിൽ രണ്ടിലും പ്രൊസസ്സർ വന്നിരിക്കുന്നത്. Huawei Nova 5T വരുന്നത് Kirin 980 എന്ന് പറയുന്ന ഒരു ഒക്ടാകോർ പ്രൊസസ്സർ ആണെങ്കിൽ Huawei Nova 7 വരുന്നത് Kirin 985 എന്ന് പറയുന്ന ഒരു ഒക്ടാകോർ പ്രൊസസ്സറാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ തന്നെ ചെറിയൊരു മാറ്റം വരുന്നുള്ളൂ. ഇനി ഇതിൽ രണ്ടിലും വരുന്ന GPU നോക്കുകയാണെങ്കിൽ Huawei Nova 5T വരുന്നത് Mali G76 എന്ന് പറയുന്ന ഒരു GPU ആണെങ്കിൽ Huawei Nova 7 വരുന്നത് Mali G77 എന്ന് പറയുന്ന ഒരു GPU ആണ്. അപ്പോൾ ഈ രണ്ട് GPU നോക്കുമ്പോൾ സെയിം തന്നെയാണുള്ളത്. രണ്ടിലും തന്നെ നമുക്ക് ഹൈ ഗ്രാഫിക്സ് വരുന്ന ഗെയിംസ് ഒക്കെ കളിക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന GPU ആയാലും പ്രൊസസ്സറൊക്കെ നോക്കുമ്പോൾ തന്നെ രണ്ടിലും സെയിം ആണ്, ഒരു വ്യത്യാസം വരുന്നില്ല. എന്നാൽ Nova 7 നമുക്ക് ഗൂഗിൾ പ്ലേ സർവീസ് കിട്ടുന്നില്ല. എന്നാൽ Nova 5T നമുക്ക് ഗൂഗിൾ പ്ലേ സർവീസോട് കൂടെ വരുന്ന ഒരു ഫോണാണ്. ഇങ്ങനെ ഗൂഗിൾ പ്ലേ സർവീസ് കിട്ടാത്ത ഫോണുകളുടെ പ്രോബ്ലം എന്താണെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ജസ്റ്റ് ഒന്നും കൂടെ പറയാം. നമുക്ക് ഇതിൽ ഈ ഗൂഗിൾ പ്ലേ സർവീസ് കിട്ടാത്ത ഫോണിൽ പ്ലേ സ്റ്റോർ കിട്ടുന്നില്ല. അതുപോലെ തന്നെ യൂട്യൂബും ജിമെയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ആപ്പ് വഴി യൂസ് ചെയ്യാൻ സാധിക്കില്ല, ബ്രൗസർ വഴി മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. കൂടാതെ ഗൂഗിളുമായിട്ടുള്ള ട്രാൻസാക്ഷൻ ഒന്നും നടക്കുന്നതുമല്ല. ഒരുപാട് പേരുടെ സംശയമാണ് ഇങ്ങനെ പ്ലേ സ്റ്റോർ കിട്ടാത്തത് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൽ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാന്ന്. അതിന് വേണ്ടിയിട്ട് തന്നെ Huawei വേറെ നല്ലൊരു ആപ്പ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ഇപ്പം വരുന്ന ഫോണുകളിലൊക്കെ പെറ്റൽ സെർച്ച് എന്ന് പറയുന്നൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതുവഴി നമുക്ക് യൂട്യൂബും ജിമെയിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ബാക്കിയുള്ള എല്ലാ ആപ്പും നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഏതൊക്കെ ആപ്പ് സപ്പോർട്ട് ചെയ്യും, ഏതൊക്കെ ആപ്പ് സപ്പോർട്ട് ചെയ്യില്ല, യൂട്യൂബ് എങ്ങനെയാണ് നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് പോയിട്ട് ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാം, ഏതൊക്കെ വർക്ക് ചെയ്യും, ഏതൊക്കെ വർക്ക് ചെയ്യില്ല എന്നൊക്കെ അതിൽ കൂടെ കാണാവുന്നതാണ്. ഇനി ഫോണുകളുടെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്കിലാണ് രണ്ട് ഫോണിൻ്റെ ബാക്ക് സൈഡ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കുന്ന സമയത്ത് രണ്ടും ഗ്ലാസ് പോലാണ് തോന്നിക്കെങ്കിലും ഇതിൽ Nova 5T മാത്രമാണ് ഗ്ലാസ് ബോഡി വരുന്നത്. Nova 7 നമുക്ക് കിട്ടുന്നത് പ്ലാസ്റ്റിക് ബോഡിയാണ്. അപ്പം കുറച്ചും കൂടെ ബിൽഡ് ക്വാളിറ്റി കൂടുതലായിട്ടുള്ളത് Nova 5T അതുപോലെ തന്നെ നല്ല സ്ലിം ആയിട്ട് വരുന്ന ഒരു ഫോൺ Nova 5T തന്നെയാണ്. പിന്നെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് Nova 7 ക്യാമറ ഇരിക്കുന്നത്. Nova 5T നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ക്യാമറ രീതിയിൽ തന്നെയാണ് കിട്ടുന്നതും. രണ്ട് ഫോണിലും തന്നെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് കിട്ടുന്നത്. കൂടാതെ ഒരു ഫ്ലാഷും ആണുള്ളത്. Nova 5T വരുന്ന ക്യാമറ നോക്കുകയാണെങ്കിൽ പ്രൈമറി ക്യാമറ ആയിട്ട് വരുന്നത് 48 മെഗാ പിക്സലിലെ ഒരു f1.8 അപ്പേച്ചർ വാല്യൂള്ള ഒരു ക്യാമറ ആണ്. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആയിട്ട് വരുന്ന ക്യാമറ 16 മെഗാ പിക്സലിലെ ഒരു f2.2 അപ്പേച്ചർ വാല്യൂള്ള ക്യാമറ ആണ്. ഇനി മാക്രോ ക്യാമറയും ഡെപ്ത് സെൻസ് ചെയ്യാനുള്ള ക്യാമറയും വരുന്നത് 2 മെഗാ പിക്സൽ വീതമാണ്.
എന്നാൽ നോവ 7ൽ വരുന്ന പ്രൈമറി ക്യാമറ നോക്കുകയാണെങ്കിൽ 64 മെഗാ പിക്സലിൽ ഒരു f1.8 അപ്പേച്ചർ വാല്യുള്ള ക്യാമറ ആണ്. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് 8 മെഗാ പിക്സലിൻ്റെ ക്യാമറ ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ 8 മെഗാ പിക്സലിൽ ടെലിഫോട്ടോ ക്യാമറയും കിട്ടുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഒരു ക്യാമറ കിട്ടുന്നത് മാക്രോ ക്യാമറ ആണ്, അത് 2 മെഗാ പിക്സലിലാണ് വരുന്നത്. ഇപ്പോൾ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം തന്നെ വരുന്നുണ്ട്. പ്രൈമറി ക്യാമറ തമ്മിൽ തന്നെ 48 മെഗാ പിക്സലാണ് നോവ 5Tയിൽ വരുന്നതെങ്കിൽ 64 മെഗാ പിക്സലാണ് നോവ 7ൽ വരുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ക്യാമറയിൽ കാണാൻ സാധിക്കുന്നത്. ഈ രണ്ട് ഫോണിൽ തന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത സമയത്ത് കുറച്ചും കൂടി ഷാർപ്പായിട്ടും നല്ല ക്വാളിറ്റി ആയിട്ടും തോന്നിയത് നോവ 7ൽ തന്നെയാണ്. പിന്നെ രണ്ടിലും തന്നെ വീഡിയോ സ്റ്റെബിലൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെ വരുന്നില്ല. പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ സ്റ്റെബിലൈസ് ആയിട്ട് തോന്നിയത് നോവ 7ൽ തന്നെയാണ്. ഇനി ഈ രണ്ട് ഫോണുകളുടെയും ക്യാമറ സാമ്പിൾസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ രണ്ട് ഫോണിൻ്റെ റിവ്യൂ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഫോട്ടോസിൻ്റെ വീഡിയോസിൻ്റെ സാമ്പിൾസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് രണ്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഈ രണ്ട് ഫോണുകളുടെയും ക്യാമറ ഉപയോഗിച്ച് എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലും ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡും 60 ഫ്രെയിം പെർ സെക്കൻഡിലും തന്നെയാണ്. അതുപോലെ തന്നെ ക്യാമറയിലെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ഓപ്ഷൻ തന്നെയാണ് കിട്ടുന്നത്. രണ്ടിലും തന്നെ നൈറ്റ് മോഡും കിട്ടുന്നുണ്ട്, സൂപ്പർ സ്ലോ മോഷൻ കിട്ടുന്നുണ്ട്. എന്നാൽ നോവ 7ൽ നമുക്ക് അഡീഷണൽ നല്ലൊരു ഓപ്ഷൻ തന്നെ കിട്ടുന്നുണ്ട്, ഡുവൽ വ്യൂ എന്ന് പറയുന്ന ഓപ്ഷന്. ഈ ഡുവൽ വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ നല്ല ഉപകാരപ്പെടുന്നത് വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഒരേ സമയത്ത് രണ്ട് ക്യാമറയും വർക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഈ ഡുവൽ വ്യൂ എന്ന് പറയുന്ന ഈ ഓപ്ഷന്. ഇനി രണ്ട് ഫോണിലും തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ സൂപ്പർ സ്ലോ മോഷനാണ് കിട്ടുന്നത്. രണ്ടിലും തന്നെ 720ൽ നമുക്ക് 960 ഫ്രെയിം പെർ സെക്കൻഡിലാണ് മാക്സിമം എടുക്കാൻ പറ്റുന്ന സ്ലോ മോഷൻ. അപ്പോൾ റിയർ ക്യാമറ സൈഡ് നോക്കുന്ന സമയത്ത് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത് നോവ 7ൽ തന്നെയാണ്. ഇനി സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ രണ്ടിലും തന്നെ നമുക്ക് കിട്ടുന്നത് 32 മെഗാ പിക്സലിലെ f2.0 അപ്പാച്ചർ വാല്യൂ ഉള്ള ഒരു ക്യാമറ ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ സെൽഫി ക്യാമറയിൽ വരുന്ന ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ് വരുന്നത്. പിന്നേന്ന് പറയുകയാണെങ്കിൽ സെൽഫി ക്യാമറയിൽ നമുക്ക് നോവ 7ൽ എടുക്കാൻ പറ്റുന്നത് 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലും 1080ൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലുമാണ്. എന്നാൽ നോവ 5Tയിൽ നമുക്ക് കിട്ടുന്നത് 1080ൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് മാത്രമാണ്. അപ്പോൾ നോവ 7ൽ നമുക്ക് 4K റെസൊല്യൂഷനിൽ സെൽഫിയിൽ വീഡിയോസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ രണ്ടിലും സെൽഫി ക്യാമറയിൽ എടുത്തുള്ള ഫോട്ടോസിന് ഒരേപോലെയുള്ള ഒരു ക്വാളിറ്റിയൊക്കെയാണ് തോന്നിയത്. പക്ഷേ സെൽഫി ക്യാമറയിൽ വീഡിയോ എടുത്ത സമയത്ത് നല്ല സ്മൂത്ത് ആയിട്ടും അതുപോലെ തന്നെ സ്കിന്നിനൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടും തോന്നിയിട്ടുള്ളത് നോവ 7ൽ തന്നെയാണ്. കാരണം അതിൽ വരുന്നത് 4K റെസൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ. ഇനി രണ്ട് ഫോണിലെയും റാം ആൻഡ് സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ നോവ 5Tയിൽ കിട്ടുന്നത് 8GB റാമും 128GB ഇന്റേണൽ സ്റ്റോറേജുമാണ്. അതുപോലെ തന്നെ നോവ 7ൽ നമുക്ക് കിട്ടുന്നത് 8GBയിൽ 256GB സ്റ്റോറേജിലാണ് വരുന്നത്. പിന്നെ രണ്ട് ഫോണിൽ തന്നെ നമുക്ക് മെമ്മറി കാർഡ് ഇട്ടിട്ട് എക്സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 256GB വരുന്നത് കൊണ്ട് നല്ലൊരു ഉപകാരം തന്നെ ആവും. അപ്പോൾ സ്റ്റോറേജ് തമ്മിൽ നല്ല വ്യത്യാസം തന്നെ വരുന്നുണ്ട്. റാം സെയിം തന്നെയാണ് വരുന്നത്. ഇനി രണ്ടിലും വരുന്ന റാം നോക്കുകയാണെങ്കിൽ LPDDR4X തന്നെയാണ്. ഇനി രണ്ട് ഫോണുകളുടെയും പ്രൈസ് നോക്കുകയാണെങ്കിൽ കുറച്ചധികം തന്നെ വ്യത്യാസം വരുന്നുണ്ട്. നോവ 7 UAEയിൽ വരുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ 1749 ദിറംസാണ് 5Gക്ക് വരുന്നത്. എന്നാൽ നോവ 5Tക്ക് UAEയിൽ വരുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ 1049 ദിറംസ് മാത്രമാണ്. അതുപോലെ രണ്ട് ഫോണുകൾക്കും ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ നോവ 7ന് വരുന്നത് 32,990 രൂപയും അതുപോലെ നോവ 5Tക്ക് വരുന്നത് 26,990 രൂപയുമാണ്. നിങ്ങൾക്കറിയാം നോവ 5T ഇറങ്ങിയ സമയത്ത് UAEയിൽ 1600 ദിറംസ് ആയിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ഇതിനൊരു എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ 35,990 രൂപയുമാണ് ഇത് ഇറങ്ങിയ സമയത്ത് വരുന്നിരുന്നത്. ഇനി ഫോണുകളുടെ ബാറ്ററി ചാർജിങ് സൈഡ് നോക്കുകയാണെങ്കിൽ നോവ 5Tയിൽ വരുന്നത് 3750 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ്. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫാസ്റ്റ് ചാർജറും ബോക്സിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. 22.5 വാട്ടിൻ്റെതാണ്. നോവ 7ലാണെങ്കിൽ 4000 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് വരുന്നത്. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 40 വാട്ടിൻ്റെ ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജറും ബോക്സിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. 30 മിനിറ്റ് കൊണ്ട് 75% ചാർജ് വരെ ആവുമെന്നാണ് പറയുന്നത് നോവ 7ൽ. എന്നാൽ നോവ 5Tയിൽ നമുക്ക് 24 മിനിറ്റ് കൊണ്ട് 50% ചാർജ് മാത്രമേ ആവുന്നുള്ളൂ. ബാറ്ററി സൈഡും ചാർജിങ് സൈഡും നോക്കുകയാണെങ്കിൽ തന്നെ നല്ല വ്യത്യാസം തന്നെ വരുന്നുണ്ട്. ഈ ഒരു 3750 mAh ബാറ്ററി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞൊരു ബാറ്ററി ആണെന്ന് തന്നെ പറയാം. എന്നാൽ നോവ 7ൽ നമുക്ക് നോർമൽ ഒരു ബാറ്ററി കപ്പാസിറ്റി തന്നെ കിട്ടുന്നുണ്ട് 4000 mAhൻ്റെ. എന്നാൽ ഇത് രണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡാപ്റ്റർ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല വ്യത്യാസം തന്നെ വരുന്നുണ്ട്. ഇനി ഫോണുകളുടെ സെക്യൂരിറ്റി ലോക്ക് നോക്കുകയാണെങ്കിൽ നോവ 7ൽ വരുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും അതുപോലെ തന്നെ ഫേസ് ലോക്കുമാണ്. എന്നാൽ നോവ 5Tയിൽ വരുന്നത് സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസറാണ്. അതുപോലെ തന്നെ ഫേസ് ലോക്കും തന്നെയാണ് വരുന്നത്. രണ്ടും തന്നെ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി രണ്ട് ഫോണിലും തന്നെ നമുക്ക് 3.5mm ഓഡിയോ കണക്ട് ചെയ്യാനുള്ള ജാക്ക് വരുന്നില്ല. അത് കണക്ട് ചെയ്യേണ്ടത് Type-C ചാർജിങ് പോർട്ടിൽ തന്നെയാണ്. ഇങ്ങനെ Type-C ചാർജിങ് പോർട്ടിൽ തന്നെ ഇയർഫോൺ കണക്ട് ചെയ്യേണ്ട ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പവർ ബാങ്ക് ഒക്കെ കണക്ട് ചെയ്തിട്ട് ഇയർഫോൺ യൂസ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന സമയത്ത് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. പിന്നെ നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്തിൻ്റെ ഇയർഫോണോ ഇയർബഡ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ.
ഇനി രണ്ട് ഫോണിലും വരുന്ന കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ വൈഫൈയിൽ 5G കാർഡ്സ് സപ്പോർട്ടാണ്, വോൾട്ടേജ് സപ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ വൈഫൈ ബ്രിഡ്ജ് സപ്പോർട്ടാണ്, അതുപോലെ തന്നെ വൈഫൈ ഡയറക്റ്റ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ നോവ 5T നമുക്ക് ലൈറ്റ് സെൻസറും കിട്ടുന്നുണ്ട്. ഇനി രണ്ട് ഫോണുകളുടെയും മെയിൻ ഡിഫറൻറ്റ് എന്താ നോക്കുകയാണെങ്കിൽ നോവ 7 നമുക്ക് നല്ല അടിപൊളി ഡിസ്പ്ലേനെ കിട്ടുന്നുണ്ട്, OLED ഡിസ്പ്ലേ. അതുപോലെ തന്നെ 256 GB ആണ് നമുക്ക് ഇതിൽ സ്റ്റോറേജ് കിട്ടുന്നത്. പിന്നെ 5G കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയിൽ നമുക്ക് നല്ലൊരു വ്യത്യാസം തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട് നോവ 7. പിന്നെ ബാറ്ററി സൈഡും ചാർജിങ് സൈഡും നോക്കുകയാണെങ്കിൽ തന്നെ നല്ല വ്യത്യാസം വരുന്നുണ്ട്. ഇനി നോവ 7 നിന്നും നോവ 5T എന്താണ് കൂടുതൽ നോക്കുകയാണെങ്കിൽ ഗൂഗിൾ പ്ലേ സർവീസ് നമുക്ക് നോവ 5T കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ ബാക്ക് സൈഡിൽ ഗ്ലാസ്സും ആണ് വരുന്നത്, നമുക്ക് ലൈറ്റ് സെൻസറും വരുന്നുണ്ട്. പിന്നെ ടോട്ടലി നോക്കുന്ന സമയത്ത് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട് നോവ 5T. അപ്പോൾ ഈ രണ്ട് ഫോണുകളും ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഫോൺ എന്ന് പറയുകയാണെങ്കിൽ നോവ 7 തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റിൽ വരുന്ന നല്ലൊരു ഫോൺ എടുക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫോണാണ് നോവ 5T. അപ്പോൾ ഈ രണ്ട് ഫോണിൽ ഏത് ഫോൺ എടുക്കണം എന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഈ ഉപകാരമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ. ഇനി നിങ്ങൾക്ക് ഈ ഫോണുകളെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് Huawei Nova 5T Huawei Nova 7 തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് ഇനി കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ നിങ്ങൾ ഓണാക്കി വെക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.